നിങ്ങൾ നിരുത്തരവാദപരമായി പെരുമാറി. ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ സവർക്കറുടെ വിചാരധാരയും ഗോൾവാൾക്കറുടെ വി ഓർ അവർ നാഷണൽഹുഡ് ഡിഫൈൻ തുടങ്ങിയിട്ടുള്ള കൃതികൾ ഭരണഘടനയായിട്ടുള്ള വേദഗ്രന്ഥങ്ങളായിട്ടുള്ള ഒരു രാജ്യത്തല്ല നിങ്ങൾ ജീവിക്കുന്നത്. മതനിരപേക്ഷതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണഘടന ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസം ആചരിക്കാനും ആ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം നൽകുന്ന, അത് ഭരണഘടനയിലെ 15 ആർട്ടിക്കിൾ അവകാശമായി അംഗീകരിച്ചിരിക്കുന്ന, 25 ആർട്ടിക്കിൾ അവകാശമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രാജ്യത്ത് നിന്നുകൊണ്ട് ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയാൽ അത് പറയല്ലേ ചെയ്യേണ്ടത്? ആ അബദ്ധത്തിലെ ഞാൻ ഈ വിദ്യാലയത്തെക്കാളേറെ റെയിൽവേ ആണ്, ദക്ഷിണ റെയിൽവേ ആണ് ഈ നിരുത്തരവാദിത്തം കാണിച്ചത്. ഭരണഘടനയെ അവഹേളിക്കുന്ന, മതനിരപേക്ഷതയെ വെല്ലുവിളിക്കുന്ന ഈ കാര്യം ചെയ്ത്. അപ്പൊ അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഈ പാട്ട് പാടി ഇതുപോലെ ഒരു കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഐഡിയോളജിയുടെ പാട്ടുകൾ പാടി പ്രചരിപ്പിച്ചിട്ട് ഇത്തരത്തിലുള്ള ഔദ്യോഗികമായ സംവിധാനങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഇടതുപക്ഷത്തിൻ്റെതായ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. സ്വാഭാവികമായും അത്തരം പാട്ടുകൾ പാടി ഇത്തരം ഈ മേഖലകൾ വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് മാത്രം എന്താണ് ഇതിനകത്ത്? എന്താണ് പൊതിഞ്ഞിരിക്കുന്നത് ഇതിനകത്ത്? നിങ്ങൾ എന്ത് ദേശസ്നേഹമാണ് നിങ്ങൾ പൊതിഞ്ഞിരിക്കുന്നത്? എന്ത് ദേശസ്നേഹമാണ് നിങ്ങൾക്കുള്ളത്? RSS എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദേശദ്രോഹികളായിരുന്നു. ആ ദേശദ്രോഹികളുടെ ഒരു ഗാനം എങ്ങനെയാണ് ദേശഭക്തി ഗാനമാകുന്നത്?